പല വിധത്തിലുള്ള വീഡിയോസ് ഒരുപാട് ചെയ്തു. അങ്ങനെ ഏകദേശം 500 വീഡിയോ അടുക്കാറായിട്ടാ. ഇപ്പോ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തത് എന്താ വെച്ചാല് പിയാനോ പഠിക്കാൻ വേണ്ടിയിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പൊ പഠനം എന്ന് പറഞ്ഞിട്ട് 1 പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പഠനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നല്ല, ഒരുപാട് പഠനങ്ങളായി. അതിന്റെ ഇടയിൽ അതിന്റെ ഫസ്റ്റ് ക്ലാസ്സും അല്ല, അതിന്റെ സെക്കൻഡ് ക്ലാസ്സാണ്. അതിന്റെ സെക്കൻഡ് ക്ലാസ്സിലുള്ള വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്തത്. അപ്പൊ ഇന്നലെ ശനി ഞായറാണ് ക്ലാസ്. ഇപ്പോൾ ഒരു ശനിയാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞു, അല്ല ഒരു ഞായറാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞു, പിന്നെ ഒരു ശനി ഞായറോ, അങ്ങനെ 3 ക്ലാസ്സായി. ഈ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലർക്ക് വേഗം പഠിച്ചു കയറാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പഠിച്ചു കയറാൻ കുറച്ച് സമയമാണ്. എന്നെ സംബന്ധിച്ച്, ചിലരെ സംബന്ധിച്ച് എന്താ വെച്ചാൽ വേഗം പഠിക്കും, പക്ഷെ അത് പ്രാക്ടിക്കലാക്കും. എന്നെ സംബന്ധിച്ച് വെച്ചാൽ അങ്ങനെയല്ല. ഞാൻ വളരെ പതുക്കെ പഠിക്കുള്ളൂ. പതുക്കെ പഠിച്ച കാര്യങ്ങൾ ചിലത് ആവശ്യമുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലാക്കും. അപ്പൊ അതാണ് എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് യൂട്യൂബിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഒരു 200 ചില്ലാനെന്തോ ആയി. ബാക്കി ഞാൻ കുറേ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾക്ക് ഒരു കോമഡി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എന്നാലും ചെയ്തു വെച്ചതിലൊക്കെ കൂടെ ഏകദേശം ഒരു 200 ചില്ലാനായിട്ടുണ്ട്. രസം എന്താന്ന് വെച്ചാൽ ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് അല്ല വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാല് അത് വേറെ കാറ്റഗറിയാണ്. ഇപ്പൊ ഏകദേശം 500 എപ്പിസോഡ് ആവാറായി. ഇപ്പൊ ഞാൻ എൻ്റെ തന്നെ വേറെ അക്കൗണ്ട് വഴി നോക്കുമ്പോൾ ചെറിയ ഷോർട്ട് വീഡിയോ ആയിരുന്നു. ആ ഷോർട്ട് വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ അനവധി വീഡിയോകളുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ബൂസ്റ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് നോക്കുമ്പോൾ 900 ചില്ലാൻ ആളുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആർക്കും വെച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ആകെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, വാട്സപ്പിൽ ഒന്ന് സ്റ്റാറ്റസ് ഇട്ട്, പിന്നെ നമ്മുടെ ഇതിനൊരു അതായത് മ്യൂസിക് ക്ലാസ്സിനൊരു ഇതുണ്ട്, ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എത്ര 10-80 ചില്ലം കുട്ടികളൊക്കെയുണ്ട്. അതിലേക്കും പോസ്റ്റ് ചെയ്തു. അതിലിപ്പോൾ എല്ലാവരും കണ്ടോളന്നില്ല. ബാക്കി ഏതൊക്കെയോ വഴി, അതായത് എൻ്റെ ഏതെങ്കിലും വീഡിയോ എപ്പോഴെങ്കിലോ വാച്ച് ചെയ്യുന്നവർക്കൊക്കെ യൂട്യൂബ് അത് ബൂസ്റ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു കഴിവൊന്നുമല്ല. യൂട്യൂബിൽ ഉള്ള കുറേ ക്രൈറ്റീരിയകൾ ഉണ്ട്. അതിൻ്റെ നിയമത്തിനനുസരിച്ച് വലിയ കുഴപ്പമില്ലാത്ത വീഡിയോസ് ഞാൻ ചെയ്യുന്നു എന്നത് കണ്ടുകൊണ്ട് യൂട്യൂബ് ബൂസ്റ്റ് ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിന് പൈസ കൊടുത്തിട്ടില്ല. പക്ഷെ ഇതൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പൈസ ചെലവാക്കിയിട്ടുണ്ട്, അനവധി പൈസ ചെലവാക്കിയിട്ടുണ്ട്, ഇപ്പോഴും ചെലവാക്കുന്നുണ്ട്. ഒരു പഴഞ്ചൊല്ലല്ല, ഒരു അറിവ് നമുക്ക് കിട്ടിയ എന്താന്ന് വെച്ചാൽ നമ്മുടെ പണം, നമുക്ക് കിട്ടുന്ന പണം, അതിന് ഏത് വിധത്തിലായാലും, പണിയെടുത്തിട്ടായാലും ശരി, പണിയെടുക്കാതെ കിട്ടിയ പൈസ ആയാലും ശരി, അതിനെ അറിവാക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കൂ. അതൊരാൾക്കും മോഷ്ടിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളത് പണമായിട്ട് ബാങ്കിൽ വെച്ചാലും ശരി, ഷെയർ മാർക്കറ്റിൽ ഇട്ടാലും ശരി, ബിസിനസ് ആക്കിയാലും ശരി, ഏത് രീതിയിലായാലും ഇതൊക്കെ ചിലപ്പോൾ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ആളുകളുണ്ടാവും. പക്ഷെ അറിവാക്കിയാലും അത് മോഷ്ടിക്കാൻ കഴിയും, അതിനുപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഇന്നത്തെ എൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വളരെ വീക്കാണ്. പല കാര്യങ്ങളും ആരോഗ്യപരമായിട്ട് വീക്കാണ്, സാമ്പത്തികപരമായിട്ട് വീക്കാണ്, പല കാര്യങ്ങളിലും വീക്കാണ്. പക്ഷെ എൻ്റെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഞാൻ കുറേ പ്രയാസങ്ങൾ, ഞാൻ യൂട്യൂബിൽ തന്നെ വളരെയധികം പ്രയാസങ്ങൾ, എനിക്ക് നേരിട്ട കുറേ പ്രയാസങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതേപോലെ നിൽക്കട്ടെ. ഡിവോഴ്സിന്റെ കേസ്, വീട്ടിലെ കേസ്, നാട്ടിലെ കേസ്, ഇങ്ങനെ അനവധി കേസുകളൊക്കെ അതേപോലെ നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴും എനിക്കുള്ള കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അറിവാണ്. ആ അറിവിന്റെ പേരിൽ മാത്രമാണ് നിൽക്കുന്നത്. യൂട്യൂബിൽ നിന്ന് ഇന്നേ വരെ 1 രൂപ കിട്ടിയില്ല. 1 രൂപ കിട്ടണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെയിലി അപ്ലോഡ് ചെയ്ത് യൂട്യൂബിനെ നമ്മുടെ കയ്യിലെടുക്കണം. അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ബാക്കി കുറെ കാര്യങ്ങളുണ്ട്, അത് പഠിക്കുക. ഇടയ്ക്ക് യൂട്യൂബിൽ ചെറിയൊരു വീഡിയോ ചെയ്യും. അത് മാക്സിമം 5 മിനിറ്റിൽ അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. ഇപ്പോഴാ 4:30 അല്ലെങ്കിൽ 3 മിനിറ്റ് 5 മിനിറ്റ്. പഴയ വീഡിയോസൊക്കെ ഞാൻ തന്നെ കണ്ടിട്ട്, ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടിട്ട് സ്പീഡാക്കി കാണാൻ തുടങ്ങി. കാരണം നമ്മൾ പണ്ടൊക്കെ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറ് കാര്യങ്ങളൊക്കെ അതിലുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ എൻ്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോ പിന്നീട് പറയാം. 5 മിനിറ്റ് ആയി. വരാം, ഇടയ്ക്കൊക്കെ വരാം. സ്ഥിരം ഒന്നും പ്രതീക്ഷിക്കണ്ട.